മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റൈറ്റ് ദിസ് ബസ്. ഇപ്പോൾ സമയം 4 മണി, 4 o'clock ഇൻ ദ മോർണിംഗ്. സോ നമ്മളൊരു യാത്ര പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഇന്നത്തെ യാത്ര പേഴ്സണലി എനിക്ക് വളരെ സ്പെഷ്യലാണ്. ബിക്കോസ് ഐ എം ഹെഡിങ് ടുവേർഡ്സ് മിനിസ്റ്റി നീൽഗിരീസ്. അതെ, എൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഞാനൊരു യാത്ര പോവാണ്. ബാംഗ്ലൂർ റോഡൊക്കെ പതുക്കെ ഉണരാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിലൂടെ കുതിച്ചു വരാൻ വേണ്ടി റെഡിയായി നമ്മുടെ RR310 ചെറിയൊരു വാമപ്പിലൂടെ പോകേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഈ ബാംഗ്ലൂരിലെ തിരക്കേറിയ ജീവിതത്തിൽ നിന്നും ചെറിയൊരു ബ്രേക്ക് വേണമെന്ന് തോന്നി. അതെ, ജോലിയിൽ നിന്നും ഒരു 2-3 ദിവസത്തെ ലീവ് എടുത്ത് നേരെ വിട്ടു. നമ്മൾ പ്ലാൻ ചെയ്തത് ആക്ച്വലി കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഉറക്കം അതെന്നെ സമ്മതിച്ചില്ല. ഒരു 1 hour ലേറ്റായി പോയി. പിന്നെ 4 മണിയായപ്പോഴത്തേക്കും എഴുന്നേറ്റു, പതുക്കെ റെഡിയായി ഇറങ്ങി. നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. യെസ്, സമയം ഏകദേശം ഒരു 5:30 ആവുന്നു. നമ്മളിപ്പോൾ കെങ്കേരി എത്തിയിട്ടുണ്ട് കേട്ടോ. സോ ഇവിടെ രാജരാജേശ്വരി കോളേജിൻ്റെ എൻട്രൻസിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ പതുക്കെ നമുക്ക് ഹൈവേയിലേക്ക് കയറാം. ഈ ഒരു ഹൈവേയിലേക്ക് കയറുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എൻ്റെ ആദ്യത്തെ ബൈക്ക് ടൂറിംഗ് ആണ്. അതെ, സോ ലൈസൻസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ഞാൻ സോളോ ആയിട്ട് ബൈക്ക് ഓടിച്ച കഥ. കുറച്ച് ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അത്ര ലോങ് ആയിരിക്കില്ല, എന്നാലും ബാംഗ്ലൂർ ടു മലപ്പുറം നമ്മൾ തിരൂരിലേക്കാണ് എൻ്റെ ആദ്യത്തെ റൈഡ്. യമഹ എഫ് സിയുടെ ഫസ്റ്റ് വേർഷൻ വെച്ചിട്ട്. ആ ഒരു ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വീലറിനോട് ബൈക്സിനോട് നമുക്കുള്ള ആ ഒരു ക്രേസ് പൊട്ടിത്തുടങ്ങുന്ന സമയം. ആ സമയത്തൊക്കെ ലോങ് റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊരു വണ്ടിയാണെങ്കിലും നമ്മൾ അത്ര എൻജോയ് ചെയ്ത് പോവുള്ളൂ. അതിന് അങ്ങനൊരു ഫീലാണ്. ബിക്കോസ് ഇനീഷ്യലി ഈവൻ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബൈക്ക് തന്നെ ഓടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണ് തരുന്നത്. സോ അതുപോലെ ഞാൻ ഈ FZയുമായിട്ട് എൻ്റെ കൂട്ടുകാരനെ കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പോയ കഥയാണ്. ആ സമയം ആക്ച്വലി നമ്മുടെ കോവിഡിൻ്റെ ലോക്ക്ഡൗണൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിരുന്ന ടൈമായിരുന്നു. സോ അങ്ങനെ ഞാൻ ആ ടൈമിൽ ചാലഹള്ളിയിൽ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. സോ അവിടെ നിന്ന് ഞാൻ ജോബ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് നേരെ വന്നു, ബൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അടുത്ത ദിവസം പുലർച്ചെ പോകണം, ഇതായിരുന്നു പ്ലാൻ. അപ്പോൾ നമ്മൾ നേരെ ആ സമയത്ത് കാർമലാറം എന്ന സ്ഥലത്തായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തിരുന്നത്. സോ അങ്ങോട്ട് വന്നു. അവിടെ വന്നു കഴിഞ്ഞിട്ട് പുലർച്ചെ നേരത്തെ ഇറങ്ങാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആക്ച്വലി ഞാനന്ന് രാത്രി ഉറങ്ങിയിട്ട് പോലുമില്ല. ബിക്കോസ് നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹം, അത് നടക്കാൻ പോകുന്നൊരു അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എങ്ങനെ നേരം വെളുക്കും, എങ്ങനെ സമയമാകത്തുള്ളൊരു ആ ഒരു ചിന്ത തന്നെയായിരുന്നു. ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നില്ല. അങ്ങനെ നേരം പുലരുന്നതിന് മുന്നേ അന്ന് ഞാൻ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി കുട്ടപ്പനായി ഹെൽമെറ്റെല്ലാം ധരിച്ച് പുറത്തിറങ്ങി. അവിടെ നോക്കിയപ്പോൾ നല്ലൊരു ട്വിസ്റ്റാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. നല്ല പൊരിഞ്ഞ മഴ. പക്ഷേ എൻ്റെ എക്സൈറ്റ്മെൻറ്റിന് മുന്നേ ആ മഴയും തല കുനിക്കേണ്ടി വന്നു. കാരണം മഴയൊന്നും കാര്യമാക്കിയില്ല. കയ്യിലൊരു റെയിൻ കോട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ ഇറങ്ങി ആ വണ്ടി എടുത്തിട്ട്. അങ്ങനെ അന്നേ ദിവസം എൻ്റെ യാത്രയോടുള്ള എക്സൈറ്റ്മെൻറ്റിന് മുന്നിൽ പ്രകൃതിക്ക് പോലും തോറ്റു തരേണ്ടി വന്നു. ആ സമയം ഈ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റോഡ്സൊന്നും ഇത്ര ക്ലിയർ അല്ലായിരുന്നു. പിന്നെ തലേ ദിവസത്തിൻ്റെ എൻ്റെ ഉറക്കക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ലാത്തത് കൊണ്ടുണ്ടായ ക്ഷീണം. ആ ക്ഷീണം കാരണം ഞാൻ 2 തവണ ഉറങ്ങിപ്പോയി വൈൽ റൈഡിങ്. സോ ആ സമയത്ത് 2 തവണയും ഞാൻ ഈ റോഡിൻ്റെ ലൈനിൽ നിന്നും തെറ്റി മേലെ സൈഡിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പിന്നെയും തിരിച്ച് കയറി വരേണ്ടി വന്നു. പക്ഷേ പതുക്കെ ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് പിന്നെ ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ച എൻ്റെ സ്വന്തം സോളോ റൈഡ്. അങ്ങനെ ഒരുവിധം 2-3 തവണ വഴിയൊക്കെ തെറ്റിച്ചിട്ട് ഒരു വിധത്തിൽ അവൻ്റെ വീട്ടിലെത്തി. അവിടെ എത്തിയതിന് ശേഷം നല്ലൊരു കുളിയും പാസ്സാക്കി അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അമ്മ ഉണ്ടാക്കി തന്ന നല്ല പുട്ടും ചിക്കൻ കറിയും. ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു കഥ, എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ്.
എന്തൊക്കെയായാലും ഇന്ന് ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ചുവന്ന കുതിരയാണ്. അതെ, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട ഒരു സ്പോർട്സ് ബൈക്ക് അതെനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. കുറച്ച് കാലം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ എന്തൊക്കെയായാലും ഇന്നിതെൻ്റെ സ്വന്തമാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ തോന്നുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ മഹാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഡോണ്ട് സ്റ്റോപ്പ് ഡ്രീമിങ് മാൻ. എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാലും, എത്ര സ്ട്രഗിളിലൂടെ കടന്നു പോകേണ്ടി വന്നു കഴിഞ്ഞാലും നിങ്ങൾ സ്വപ്നം കാണുന്നത് നിർത്തരുത്. കാരണം ഒരു ദിവസം വരും നമ്മളീ കാണുന്ന സ്വപ്നം അത് നമ്മൾ കണ്ട സ്വപ്നത്തെക്കാൾ ഒരുപാട് ബെറ്ററായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, ഒരു പൊസിഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കും. ഫോർ ഷുവർ അത് സംഭവിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ ഓർമ്മ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടരുന്നു. യെസ്, നൗ ദ റോഡ്സ് ആർ ഓപ്പണിംഗ് അപ്പ്. ശാന്തമായി ഉറങ്ങിക്കിടക്കുന്ന ഈ ഹൈവേയിൽ നമ്മുടെ ആരാത്രിട്ടിൽ കുതിച്ച് പായുകയാണ്. ഈ ഒരു മൊമെൻറ്റ് അതൊരു തരം പ്യുവർ ഫ്രീഡം ഫീലാണ്. ജസ്റ്റ് ദ റോഡ് സ്ട്രെച്ചിങ് അഹെഡ് ആൻഡ് ദറ്റ് ഫ്രഷ് മോർണിംഗ് വൈബ്. ആഹാ, അടിപൊളി. അതെ, ബാംഗ്ലൂരിൻ്റെ ആ ഒരു നഗരാന്തരീക്ഷം പതുക്കെ എനിക്ക് പിന്നിൽ മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. യെസ്, നൗ ദ നേച്ചർ സ്ലോലി ടേക്സ് ഓവർ ആൻഡ് ദ സ്മെൽ ഓഫ് വെറ്റ് എർത്ത് ഇതൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഒരു റൈഡറിൻ്റെ ഹാപ്പിനെസ് എന്ന് ഈ യാത്ര വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഈ ഒരു യാത്ര എവിടെയെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ റീച്ച് ആവണം എന്നുള്ളത് മാത്രമല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് ഫീലിംഗ് എവറി കിലോമീറ്റർ, എവറി വിസ്പർ ഓഫ് ദ വിൻഡ്. ഓൺ ദ വേ ഐ ജസ്റ്റ് ഹാഡ് ടു സ്റ്റോപ്പ് ഹിയർ. ഇവിടെ നിർത്തി ഈ ദൃശ്യം എൻ്റെ ക്യാമറയിലൊന്നും പകർത്താതെ എനിക്ക് പോകാൻ പറ്റിയില്ല. എ സ്മോൾ ലേക്ക് ബൈ ദ റോഡ്, സൺലൈറ്റ് സ്പാർക്ലിംഗ് ഓൺ ദ വാട്ടർ. ഓഫ് അബ്സല്യൂട്ട് പീസ്. ഇതുപോലത്തെ മൊമെൻറ്റ്സ് വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തുന്നു വൈ ഐ ലവ് ട്രാവലിംഗ് എന്ന്. സംടൈംസ് യു ജസ്റ്റ് നീഡ് ടു സ്റ്റോപ്പ്, ബ്രീത്ത് ആൻഡ് ഫീൽ ഇറ്റ് ത്രൂ. All right, time to hit the road again. Nilgiris is waiting.